ആനയെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. കാരണം അതിൻ്റെ അകത്ത് ഇൻ്റർനാഷണൽ NGOകളുടെ ഇടപെടലുണ്ട്. ഈ ആനപ്പാപ്പാൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായി, എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ, ആ ട്രെയിനിങ്ങിൽ വന്ന പലരും ഈ NGOയുടെ ടൂൾസായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടു. തീർച്ചയായിട്ടും പൂരത്തിന് വന്ന് ആനയെ പീഡിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി വിദേശത്ത് കൊടുത്ത് ഇതിനു വേണ്ടിയിട്ട് കാശ് കോടിക്കണക്കിന് രൂപ പിരിച്ച ടീമുകൾ വരെ കേരളത്തിലുണ്ട്. കോടിക്കണക്കിന് രൂപ NGOകളിൽ നിന്ന് പിരിച്ചിട്ട് ഇവിടുത്തെ ഉത്സവം കലക്കാനും ആനകളെ കലക്കാനും. ഇവർക്ക് ആർക്കും പെറ്റുകളെന്ന് പറഞ്ഞിട്ട് പെരുമ്പാമ്പിനെയും ഇഗ്വാനയും വരെ പെരക്കകത്ത് വളർത്തുന്നുണ്ട്. പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ വിദേശത്ത് പറഞ്ഞ പെരുമ്പാമ്പിനെ വളർത്തുന്നു, ഇഗ്വാനെ വളർത്തുന്നു. എനിക്ക് ആ ജീവിയുടെ മുഖത്ത് നോക്കുമ്പോൾ അറപ്പുളവാക്കുന്ന ജീവി, അതിനെ വരെ പെരക്കകത്ത് ബെഡിൽ വരെ വളർത്തുന്നുണ്ട്. ഇത് കാട്ടിൽ ജീവിക്കേണ്ട സാധനങ്ങളല്ലേ. കുതിര പോലീസിനും പട്ടാളത്തിനും കുതിര സവാരിക്കും, മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുതിര സവാരിക്ക് വിടും. എന്നിട്ട് കുറേ ആനയെ ഉത്സവത്തിന് നിർത്തുന്നത്. ആനയുടെ മുഖത്ത് ആൾ നിൽക്കുന്ന 6000 കിലോ ഉള്ള ആനയുടെ മുതുകത്ത് 60 കിലോ ഉള്ള 4 പേര് കയറുന്ന ഒന്നുമില്ല. പിന്നെ ആനയ്ക്ക് ചങ്ങലയിടുന്നു. വീട്ടിൽ ഇച്ചിരയില്ലാത്ത പട്ടിക്കിടുന്ന തുടൽ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. ആനുപാതികമായിട്ട് 30 കിലോയുള്ള അല്ലെങ്കിൽ 35 കിലോ ഉള്ള പട്ടിക്ക് 2.5 കിലോയുടെ തുടലിടാം, കുഴപ്പമില്ല. 6000 കിലോ ഉള്ള ആനയ്ക്ക് 28 കിലോയുടെ ചങ്ങലയിടാൻ പാടില്ല. അത്ര മൃഗസ്നേഹമാണ് ഇവിടെ. ഈ മൃഗസ്നേഹികളുടെ സംഘടനയുടെ മീറ്റിങ്ങിന് വിളമ്പുന്ന മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും കിലോ കണക്കിനാണ്. അത് മൃഗമല്ല, അതൊന്നും ജീവിയല്ല, അതിനോടൊന്നും സ്നേഹവും അതൊന്നും ജീവിയല്ല.